ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാൻ അനുകൂലമായി അങ്ങനെ ഒരു പ്രത്യേകിച്ച് രാജ്യങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല. ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാത്രമായിരുന്നു കടന്നു വന്നത്. തുർക്കി, അതോടൊപ്പം തന്നെ ഈ അസർബൈജാൻ, ചൈന അടക്കമുള്ള. അതിനിടയിലാണ് കൊളംബിയ എന്ന രാജ്യം ഈ മരണപ്പെട്ടവർക്ക് അനുശോചനവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ടല്ലോ. അത് അവിടെ പോയിരിക്കുന്ന ശശി തരൂരും സംഘവുമല്ലേ. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യത്തിന് മുന്നിൽ അദ്ദേഹം എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ അത് പ്രതിഫലിപ്പിച്ച് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ ഏത് രീതിയിൽ മെരുക്കിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. അത് മെരുക്കിയെടുത്തു എന്നുള്ളതാണ്. അവർക്ക് തിരിച്ചു ഒരു വാക്കുകൊണ്ട് പോലും ചലിക്കാൻ പറ്റാത്ത രീതിയിൽ 7 പൂട്ടിട്ട് അവരെ പൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ കൊളംബിയ സന്ദർശനത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഭീകരരെ അയക്കുന്നവർക്കും സ്വയം സംരക്ഷണത്തിനായി നിലകൊള്ളുന്നവർക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. മാത്രമല്ല, ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സ്വദേശികൾക്ക് ഒരു അനുശോചനം അറിയിച്ച കൊളംബിയൻ സർക്കാർ. അപ്പൊ ഇത് രണ്ടും കൂടെ കാരണം പല രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും വ്യക്തമാണ് ഇന്ത്യയിലേക്ക് കടന്നു കയറി ഭീകരർ ആക്രമണം നടത്തി. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി മാത്രമാണ് ഇന്ത്യ നൽകിയതെന്ന് അറിയാവുന്നതാണ്. പക്ഷേ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണല്ലോ തുർക്കി, അസർബൈജാൻ, ചൈനയും അടക്കമുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇവരൊക്കെ പിന്തുണയുമായി വന്നത്. അതെ, ഞാൻ പെട്ടെന്ന് അത് ഇവർ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ ഭീകരരെ അയക്കുന്നവർക്കും സംരക്ഷണത്തിനായി നിലകൊള്ളുന്നവർക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് പെട്ടെന്ന് ഞാൻ നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ കോമരങ്ങളുടെ കാര്യമാണ് പെട്ടെന്ന് ഓർത്തത്. ഇവർ ഈ യുദ്ധം എന്ന് പറയുന്നത് ജനങ്ങളെ നശിപ്പിക്കുന്നത് അതല്ലേ, ഇതേപോലുള്ള മനുഷ്യജീവികൾ അവിടെയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ പൊതുവെ ഒരു സമാധാന അന്തരീക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ കോമാളികൾ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ. അത് ഇത്തിരി കൂടുതലായിട്ട് അവരെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം ഇത്തരത്തിൽ കൊളംബിയൻ സർക്കാർ, കൊളംബിയ ഇത്തരത്തിലാണ് പറഞ്ഞത്, ഈ ഭീകരരെ അയക്കുന്നവരെ പോലെ തന്നെയാണ് അവരെ എതിർത്ത് നിൽക്കുന്നവർ. അപ്പം നമ്മളെ ഇങ്ങോട്ട് അയച്ചു വന്നാൽ ഇല്ല ഒരു കാരണത്തിൻ്റെ മറുകാരണം കൂടെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാതെ നമ്മൾ നിലനിൽക്കണം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ത്യ അത് തിരിച്ചടിക്കുമെന്നുള്ളതും, എന്താണ് നമ്മൾ പ്രവർത്തിച്ചത്, എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, അല്ലെങ്കിൽ എന്തായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മുന്നേ ഉള്ള കരാറുകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു സിവിലിയൻസിന് നേരെ ആക്രമണം ഉണ്ടാക്കിയിട്ടില്ല. അതിനുശേഷം ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നമ്മൾ ആക്രമിച്ചത് 9 ഭീകരരുടെ അവരുടെ കോട്ടകളാണ് തകർത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ശശി തരൂർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും എന്താണെന്നുള്ളത് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്തപ്പോഴാണ് അവർക്കൊരു ബുദ്ധി ഉദിച്ചത്. ഇനി ശരിയല്ല, ഇന്ത്യക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇട്ട് പൊട്ടിക്കും, വെറുതെ ഇവരെ ഇനി പ്രകോപിപ്പിക്കുന്ന ശരിയല്ല. കാരണം അവിടെ ഒരു അതിഥിയായിട്ട് വന്ന് കയറി നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതെ അവർക്ക് തോന്നുംപടിയുള്ള സംസാരിക്കുമ്പോൾ അവർക്ക് സ്വമേധയാ ഒരു ബുദ്ധി ഉദിച്ചു. അപ്പം ഇനി അത്തരത്തിലൊരു അതിഥി വന്നിട്ട് അവരെ ഒരു ഇതാക്കി തിരിച്ചയക്കുന്നതിനോടും അത്ര ശരിയല്ല. അപ്പം പൊതുവെ ഉള്ള ലോകരാജ്യങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഭീകരന്മാർക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. അതിനെ ആരും അനുകൂലിക്കത്തില്ല പുറമെ, പക്ഷെ ഉള്ളിൽ പലരും അനുകൂലിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞോണം ചൈനയാണെങ്കിലും അമേരിക്ക ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പല രാജ്യങ്ങളും ഭീകരന്മാരെ അനുകൂലിക്കുന്നുണ്ട്. അത് അവരുടെ നിലനിൽപ്പിന്, അവരുടെ ചില കാര്യങ്ങൾക്ക്, സൈന്യത്തിന് വളർത്താനും അല്ലെങ്കിൽ അവരുടെ ചില സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി പല ഇടപാടുകൾ, കച്ചവടം എന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മറ്റുള്ള രാജ്യം ഇവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുകൂല നിലപാടുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ആരും അത് പുറത്ത് തുറന്നു പറയില്ല. നമ്മൾ ഈ പറയുന്ന കള്ളന്മാരെ ആരും കള്ളൻ്റെ കൂട്ടാണ് എന്ന് പറയില്ല, പക്ഷെ കള്ളന്മാരെ അനുകൂലിക്കുന്നവരും ഇതിനകത്ത് കാണും. അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരത്തിൽ പുറമെ ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണക്കേടുണ്ടാകുന്ന കൊളംബിയക്കാണ്. അത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം നമ്മൾ ഇവിടുന്ന് പോയത് വെറും കൈയോടല്ല. ഇപ്പം ശശി തരൂർ വെറും കൈയോടല്ല പോയത്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ നാവ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധി, ദീർഘദൃഷ്ടി, ഇതൊക്കെ മാത്രമല്ല ഒപ്പം ഇതിനൊക്കെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് നമ്മുടെ ഇന്ത്യ ഓരോരുത്തരെയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ മരിച്ചപ്പോൾ അവിടുത്തെ പട്ടാള സൈനികർ ഇവർക്ക് പോയി അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ അപകടത്തിൽപ്പെട്ട ഭീകരവാദികളെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇത്തരത്തിലുള്ള വീഡിയോ സഹിതം
ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇന്ത്യ അത് കൃത്യമായിട്ട് ഓരോ പ്രതിനിധിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ചുമ്മാ അവരങ്ങ് പോയതല്ല. അവർക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയേണ്ടത്, തിരിച്ച് ഇങ്ങോട്ട് ഓപ്പോസിഷനുണ്ട്, ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ തടഞ്ഞു നിർത്തത്തക്ക രീതിയിലുള്ള വാക്ചാതുര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ പറഞ്ഞു വിട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ പല ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ടായിരിക്കാം, അവരുടെ സംസാരത്തിനിടെ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കാം. അപ്പോൾ അതൊക്കെ കൃത്യമായ രീതിയിൽ അവരെ പറഞ്ഞു ബോധിപ്പിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൊളംബിയ ഇതിൽ നിന്ന് പിന്മാറിയത്. അത് നമ്മുടെ വലിയൊരു വിജയമാണ്. കാരണം പാകിസ്ഥാന് പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും സ്വന്തം പാർട്ടി ശശി തരൂരിനെതിരാണല്ലേ. ശശി തരൂരിന് സ്വന്തം പാർട്ടി എതിരെ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ നയം ഉയർത്തിപ്പിടിച്ച് ശശി തരൂർ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്തായിരുന്നു, ഇന്ത്യ എന്തിനാണ് പാകിസ്ഥാൻ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കുകയാണല്ലോ. അതെ, അത് ശശി തരൂർ പുല്ല് വില പോലും സ്വന്തം പാർട്ടിക്ക് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നത്, എനിക്കതിന് സമയമില്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ പുങ്കവന്മാർ എന്ത് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്കിതൊന്നും കേൾക്കാനുള്ള സമയമില്ല. എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്, എൻ്റെ രാജ്യം എന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കൃത്യമായി ചെയ്യണം. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുന്ന ആ കോൺഗ്രസിൻ്റെ ചില ആശയങ്ങളോടാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ചില ആശയങ്ങൾ എന്താണ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ളത്, അത് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിന് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ആ പാർട്ടി ചെയ്തു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം അതിൽ നിലകൊള്ളുന്നത്. അല്ലാതെ ഈ പറഞ്ഞോണം ഇപ്പോൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ കുറേ രാജാക്കന്മാരുണ്ടല്ലോ, കോൺഗ്രസ് രാജാക്കന്മാരുണ്ടല്ലോ, അവരുടെ ഇതനുസരിച്ചല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ആ ആശയത്തോട് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തുള്ള. മറ്റുള്ള രാഷ്ട്രീയ കളിക്കൊന്നും അദ്ദേഹം അന്നും ഇന്നും നിന്ന് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മോദിയെ വിമർശിച്ചിട്ടുള്ള ശശി തരൂരാണ്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നു. അദ്ദേഹം ഒരു രാജ്യ താല്പര്യം അനുസരിച്ച് രാജ്യത്തിന് ഒരു രാജ്യസേവകനാണ്, രാഷ്ട്രീയ സേവകൻ മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി സേവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ രീതിയിൽ നിലകൊള്ളുന്ന ശശി തരൂരിന് ഇതൊന്നും ഒരു വിഷയമല്ല. ഇനി നാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിനെ പുറന്തള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിലപ്പോൾ കോൺഗ്രസിന് ഒരിക്കലും BJP-യിലോട്ട് പോകത്തില്ല. പക്ഷേ ഇനി എന്ത് തന്നെയാലും ചിലപ്പോൾ മേ ബി ഇത്തരത്തിൽ അദ്ദേഹം ഒരു വിജയാന്വിതനായിട്ടാണ് തിരിച്ച് ഈ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ ഒരു പക്ഷേ നമ്മുടെ രാജ്യം നൽകിയിരിക്കാം. കാരണം അദ്ദേഹത്തിനെ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നേതൃത്വം നൽകുന്നവരാണ് മറ്റുള്ളവർ. അപ്പോൾ ഇവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ തിരിച്ചടികൾ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വ നിരയിലുള്ള വ്യക്തികളുടെ ഈ ഒരു കൂട്ടായ്മ അത് വിജയിച്ചു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. കാരണം കൊളംബിയ പോലുള്ള രാജ്യം മാറി നിൽക്കുന്ന രാജ്യത്തെ കൊണ്ടുവന്ന് അവരെ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ട് എന്താണ് നമ്മുടെ രാജ്യം ചെയ്തത്, എങ്ങനെയാണ് തീവ്രവാദികളോട് ഇനി ഇടപെടുന്നത്, ഇനി നമ്മൾ പാകിസ്ഥാനെതിരെ എന്ത് ചെയ്താൽ ഈ രാജ്യങ്ങളൊന്നും ഇനി ഒരു നഖശികാന്തം ഒരക്ഷരം മിണ്ടത്തില്ല. കാരണം അത് കൃത്യമായി രാജ്യങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെട്ടു. അതേസമയം പാകിസ്ഥാനിൽ നിന്നും പോയ വ്യക്തികൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കാൻ ഇരുന്നപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇങ്ങോട്ട് അടിച്ചെന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ വിവരണം. അപ്പോൾ ഈ ഇരു രാജ്യങ്ങളുടെ വിവരണങ്ങൾ ഈ രാജ്യങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ടായിരിക്കും അവർ തീരുമാനം എടുക്കുക. അപ്പോൾ കൊളംബിയക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ട് അങ്ങോട്ട് ചുരണ്ടാൻ ചെന്നപ്പം ഇന്ത്യ ബോധ്യപ്പെട്ടെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ വലിയ ആഘോഷത്തിലാണ്. അവർ 1971 ശേഷം ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകിയെന്നും ആ രീതിയിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തുവെന്നും അവരുടെ ഉദ്യോഗസ്ഥരും അതിന്ന് നമ്മുടെ ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനിൽ ചൗഹാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ഇത് നടന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില ജീവനുകൾ നമുക്ക് പട്ടാളക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിനെ തീർത്തും അവഗണിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരട്ടെ. അവർ എന്തിയെ തെളിവ്, അവർ ഈ പറയും നമ്മളുടെ ഭാഗത്ത് തെളിവുകളുണ്ട്. ഈ അടിച്ചിട്ടതിനും ചന്നഭിന്നമായതിനും ചൈനീസിൻ്റെ അതുപോലെ വന്ന് മിസൈൽ പതിച്ചു എല്ലാം തെളിവുകൾ സഹിതം ഫോട്ടോ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ യുദ്ധവിമാനം തകർത്തു എന്ന് പറഞ്ഞ് അവരെടുക്കുന്നത് പണ്ടെപ്പോഴോ ഈ ഇതിൻ്റെ പറക്കലിനിടയിൽ തകർന്നു പോയ ഒരു വിമാനത്തിൻ്റെ ഏതോ സംഗതിയൊക്കെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് തെളിയിക്കാൻ നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും അതിനെയൊക്കെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ തെളിവുകളാണ് വേണ്ടുന്നത്. തെളിവുകളില്ലാതെ ഇങ്ങനെ കോരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മാത്രമല്ല ഈ 7 എണ്ണം അവരുടെ എയർപോർട്ടുകൾ ഉൾപ്പെടെ തരിപ്പണമായതിൻ്റെ രംഗങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് തന്നെ അറിയാം, ലോകരാജ്യങ്ങൾക്കും അറിയാം. അപ്പം അതൊന്നും ഈ പറഞ്ഞോണം വിജയിച്ചു എന്നുള്ളത് അവർക്ക് പറയാനുള്ളതേ ഉള്ളൂ. അത് അവിടുത്തെ രാഷ്ട്രീയ കളികൾ മാത്രമാണ്, അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കളികൾ, അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കളികൾ മാത്രമാണ്. അവിടുത്തെ പാവം പിടിച്ച കുറച്ച് പോട്ടന്മാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അന്നുള്ള അന്നത്തിന് പോലും വകയില്ലാണ്ട് അവർ കിടന്ന് ബുദ്ധിമുട്ട്.
ഇതെന്തായാലും ഈ ഒരു കൊളംബിയ തിരിച്ചു പറയത്തക്ക രീതിയിൽ ചെയ്തത് അത് ശശി തരൂരിൻ്റെ ഒരു വലിയ വാക്ചാതുരി മാത്രം, വലിയൊരു മിടുക്കാണ്, അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവാണ്. അപ്പോൾ തേടഞ്ഞു നിന്ന കൊമ്പനെ നേരെയാക്കി അല്ലെങ്കിൽ ഒന്ന് നിവർത്തി നിർത്താനുള്ള കെൽപ്പുള്ള ശേഷിയുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. അത് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇന്നലെ മെനങ്ങാന്നൊക്കെ ആയിട്ട് കൊളംബിയ എതിർത്ത് നിന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആ കൊളംബിയ പോലും ഇപ്പോൾ തിരിച്ചടിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് ആ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശശി തരൂരിന് കഴിഞ്ഞതുകൊണ്ട് മാത്രം.